ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു ട്രാവൽ വ്ളോഗിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ മിസൾ പാവാണ്. മിസൾ പാവ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും അതുപോലെ ഫുൾ മീലായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു മഹാരാഷ്ട്രീയൻ റെസിപ്പി ആണെങ്കിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിസൾ പാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ മിസൾ പാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം മുളപ്പിച്ച് മട്ക്കി എടുത്തിട്ടുണ്ട്. മട്ക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയറിന് സമാനമായിട്ടുള്ളൊരു പയർ വർഗ്ഗമാണ്. കഴുകി വെച്ചിരിക്കുന്ന ഈ മട്ക്കി ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ 3 ടൈംസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വേണം. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം. കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, പിന്നീട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയായിട്ട് ചേർക്കണമെന്നില്ല, അല്ലാതെയും ചേർക്കാം. ഏഴോ 8 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നീട് 1 ടീസ്പൂൺ തന്നെ ജീരകം. ഇവയെല്ലാം ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഇതാ ഇവിടെ നമ്മുടെ കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. കൂടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇതൊന്ന് ചെറുതായി വറുത്തെടുക്കണം. മുളക് പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതാ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം. ഈ കാണുന്ന വെള്ളവും മട്ക്കിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇവിടെ നമ്മുടെ ചെറുപയർ അല്ലെങ്കിൽ മട്ക്കി അധികം വേവേണ്ട ആവശ്യമില്ല. നമ്മൾ അരിച്ചെടുത്ത ഈ വെള്ളം അല്ലെങ്കിൽ രസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് മട്കിയുടെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവും.
ഇനി നമുക്ക് മിസൽ പാവിന് വേണ്ട സബ്ജി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ ജീരകം, കറിവേപ്പില. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ പിന്നീട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പിൽ നിന്ന് ഏതാണ്ട് 1-2 ടീസ്പൂൺ അരപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് ഒരു ചെറിയ തക്കാളി, ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി കുക്കായതിനു ശേഷം നമുക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന മട്കി അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അടുത്തതായി നമുക്ക് മിസൽ പാവിൻ്റെ രസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകും അതുപോലെ നേരത്തെ ചെയ്ത പോലെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കണം. ഒരു പട്ട കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചേർത്ത അരപ്പിൻ്റെ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരല്പം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന മട്കിയുടെ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് 10 മിനിറ്റ് തിളയ്ക്കണം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഊറി വരുന്ന ഈ എണ്ണയും മസാലയും കൂടെ ഉള്ള ഭാഗം നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. അതായത് അധികം എരിവ് വേണ്ടവർക്ക് ഇത് പിന്നീട് ഉപയോഗിക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മട്കി അല്ലെങ്കിൽ ചെറുപയറിൻ്റെ കൂട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ രസം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന രസത്തിൻ്റെ മുകൾ ഭാഗം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പം സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബണ്ണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം,
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും